Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം വീട്ടുമതിലിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് മാട്ടൂൽ നോർത്ത് കക്കാടൻചാലിലെ എബിൻ കെ ജോൺ. അപകടം പുലർച്ചെ 2 മണിയോടെ. ഭൂരഹിതരില്ലാത്ത കേരളമാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ 35 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈൻ വഴി മന്ത്രി നിർവഹിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച തെറ്റായ വാർത്ത. ട്രെയിനിൽ നിന്നും വീണ യുവാവ് ഗുരുതര പരിക്കുകളോടെ ട്രാക്കിന് സമീപം കിടന്നത് ഒരു രാത്രി മുഴുവൻ. യാതന അനുഭവിച്ചത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലിജോ. 10 മണിക്കൂറിന് ശേഷം ലിജോയെ കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെയോടെ. രാമന്തളി പഞ്ചായത്തിൽ ഫെബ്രുവരി 22 ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന 9ാം വാർഡ് പാലക്കോട് സെൻട്രലിൽ മുസ്ലിം ലീഗിലെ MP മുഹമ്മദ് UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി. വിശദമായ വാർത്തകളിലേക്ക്. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം വീട്ടുമതിലിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മാട്ടൂൽ നോർത്ത് കക്കാടൻചാലിലെ എബിൻ കെ ജോണാണ് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിലെ വീട്ടുമതിൽ ബൈക്കിടിച്ച് യുവാവ് മരണപ്പെട്ടു. മാട്ടൂൽ നോർത്ത് കക്കാടൻചാലിലെ 23 വയസ്സുകാരൻ എബിൻ കെ ജോണാണ് മരണപ്പെട്ടത്. കൂടെ ബൈക്കിൽ സഞ്ചരിച്ച സുഹൃത്തായ പൂവത്തിൻചാലിൽ ആകാശിനെ ഗുരുതരമായ പരിക്കുകളോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ചൂട്ടാട് ഭാഗത്ത് നിന്ന് മാട്ടൂൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കാണ് ബസ് സ്റ്റാൻഡിലെ വളവിൽ വീട്ടുമതിലിടിച്ച് അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ എബിൻ മരണപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആകാശിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചൂട്ടാട് ഏരിപ്പുറത്തെ ക്ഷേത്രത്തിൽ തെയ്യം കണ്ട് ഇവർ മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഭൂരഹിതരില്ലാത്ത കേരളമാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്തെ 35 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കുറ്റൂർ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 35 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കുറ്റൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല ദൗത്യ സംഘത്തിന് മുകളിലേക്കുള്ള പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിലെ വിഷയമായി മാറും. അത് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ 3 മാസത്തിലൊരിക്കൽ അദാലത്തിന് വിധേയമാകും. ഇങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഭൂരഹിതരായ മനുഷ്യരില്ലാത്ത വിധം അർഹതപ്പെട്ട മുഴുവൻ പേർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യം ഗവൺമെൻറ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 2.5 വർഷക്കാലത്തിനിടയിൽ 2 വർഷക്കാലം പൂർത്തീകരിച്ചപ്പോൾ 2.25 ലക്ഷത്തോളം പട്ടയങ്ങൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യാനായി. ഇപ്പോൾ 30,000 പട്ടയങ്ങൾ കൂടി തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഈ ഫെബ്രുവരി മാസത്തോടെ 2.5 വർഷക്കാലം പിന്നിടുന്ന ഗവൺമെൻറ്റിൻ്റെ 2.5 വർഷക്കാലത്തിൻ്റെ ഭരണത്തിനിടയിൽ 1.5 ലക്ഷം പേരെ ഭൂമിയുടെ ഉടമസ്ഥരാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന അപൂർവമായ ബഹുമതിക്ക് കേരളത്തിലെ ഈ ഗവൺമെൻറ് വിധേയമാവുകയാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ 2.5 വർഷക്കാലം കൊണ്ട് സംസ്ഥാനത്ത് 2.5 ലക്ഷം പേർക്ക് പട്ടയം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു.
ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ റവന്യൂ വകുപ്പ് സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഭൂരഹിതരില്ലാത്ത കേരളമാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കെട്ടിട ശിലാഫലകം ടി.ഐ. മധുസൂദനൻ MLA അനാച്ഛാദനം ചെയ്തു. ടി.ഐ. മധുസൂദനൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം T. തമ്പാൻ, അഡ്വക്കേറ്റ് KP രമേശൻ, PP വിജയൻ, P. സജികുമാർ, ലാൻഡ് റവന്യൂ കമ്മീഷണർ A. കൗശികൻ, പയ്യന്നൂർ ഭൂരേഖ തഹസിൽദാർ EK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും പുറമെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം, വിശ്രമ കേന്ദ്രം, കുടിവെള്ളം, ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ്, ഭിന്നശേഷിക്കാർക്ക് റാമ്പ്, പ്രത്യേക ടോയ്ലറ്റ് എന്നിവ ഉറപ്പാക്കുന്നതാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ ചെലവിൽ സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരിന്തട്ട സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. പെരിന്തട്ട വില്ലേജ് ഓഫീസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂർ MLA ടി.ഐ. മധുസൂദനൻ അധ്യക്ഷനായി. പെരിന്തട്ട സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. പെരിന്തട്ട വില്ലേജ് ഓഫീസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ MLA ടി.ഐ. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ലക്ഷത്തോളം പട്ടയങ്ങൾ ഞങ്ങൾ സമയബന്ധിതമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറേയേറെ ഇനിയും കൊടുക്കാൻ ഉള്ള ത്വരിതമായിട്ടുള്ള നടപടികളിലാണ് ഗവൺമെന്റ് ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗം ദേവസ്വം ഭൂമികളിൽ ദശകങ്ങളായിട്ട് കഴിയുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടേണ്ട ഭൂരേഖ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, താലൂക്ക് ഭൂരേഖ തഹസിൽദാർ EK രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരം പ്രചരിച്ചപ്പോൾ ട്രെയിനിൽ നിന്ന് വീണ യുവാവിന് നഷ്ടമായത് ചികിത്സ ലഭിക്കേണ്ടിയിരുന്ന 10 മണിക്കൂറുകൾ. കഴിഞ്ഞ ദിവസം രാത്രി തീവണ്ടിയിൽ നിന്ന് വീണ യുവാവിനെ ശനിയാഴ്ച പുലർച്ചെയാണ് തൃക്കരിപ്പൂർ ഉദിനൂർ കോട്ടക്കടവ് റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തിയത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലിജോയാണ് ചികിത്സ ലഭിക്കാതെ ഒരു രാത്രി മുഴുവൻ റെയിൽവേ ട്രാക്കിന് സമീപം കിടന്നത്. മംഗലാപുരത്തെ ആശുപത്രിയിൽ നിന്നും കൊല്ലത്തേക്ക് മാവേലി എക്സ്പ്രസിൽ തിരിച്ചു വരവെയാണ് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ ലിജോ അബദ്ധത്തിൽ പുറത്തേക്ക് തെറിച്ചു വീണത്. ഉദിനൂർ കോട്ടക്കാവ് റെയിൽവേ ട്രാക്കിന് സമീപത്താണ് അപകടം. അപകട വിവരമറിഞ്ഞ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ യുവാവിനെ കണ്ടെത്താൻ നാട്ടുകാർ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് തെറ്റായ സന്ദേശം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ ഇതോടെ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങി. ഹോട്ടൽ തൊഴിലാളി നടക്കാവ് സ്വദേശി കിഷോറാണ് ശനിയാഴ്ച രാവിലെ 6 മണിയോടെ ഗുരുതര പരിക്കുകളോടെ ലിജോയെ കണ്ടെത്തിയത്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ റെയിലിൻ്റെ സൈഡിൽ നിന്ന് ഒരാൾ കൈ വീശി കാണിക്കുന്നത് കണ്ടത്. ആദ്യം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം എന്ന്. പിന്നെ അയാളുടെ നടത്തത്തിൽ എന്തോ അപാകത കണ്ടപ്പം എനിക്കെന്തോ സംശയം തോന്നി. അങ്ങനെ ഞാൻ വേഗം അയാളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ പിന്നെ ഭയങ്കര തലയിലും കയ്യിലും എല്ലാം മുറിവേറ്റിട്ട് ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു. അയാൾ കുറച്ച് നടന്ന് വന്നിന്. ഞാൻ അങ്ങനെ അയാളെ അവസ്ഥ നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്നിട്ടാകുമ്പം അയാൾ സംഭവം പറഞ്ഞു, ഇങ്ങനെ ഇന്നലെ വണ്ടിയിൽ നിന്ന് അബദ്ധത്തിൽ വീണതാണ്. കിഷോർ ഉടൻ തന്നെ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയും ഫയർഫോഴ്സ് ജീവനക്കാരെത്തി ലിജോയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ട്രാക്കിന് സമീപം കണ്ടെത്തുമ്പോൾ രക്തം വാർന്ന് തീർത്തും അവശനായ നിലയിലായിരുന്നു ലിജോ. ഇദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എടാട്ട് തുരുത്തി റോഡിൽ പ്രവർത്തിച്ചു വരുന്ന കണ്ണൂർ കണ്ടൽ പ്രൊജക്റ്റിൽ 5 നഴ്സറികളിലായി 1 ലക്ഷത്തോളം വിവിധ ഇനം കണ്ടൽ തൈകൾ ഒരുങ്ങി. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കണ്ടൽ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനും വേണ്ടി പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് കണ്ണൂർ കണ്ടൽ പ്രൊജക്ട്. കണ്ടൽ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനുമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നതിനായി 5 നഴ്സറികളിലായി 1 ലക്ഷത്തോളം വിവിധയിനം കണ്ടൽ ചെടികളുടെ തൈകൾ വളർത്തിയെടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ കണ്ടുവരുന്ന 17 ഇനം കണ്ടൽ ചെടികൾ നഴ്സറിയിൽ ഒരുക്കാനാണ് പ്രൊജക്ട് ലക്ഷ്യമിടുന്നത്. ഭ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, പേനക്കണ്ടൽ, മഞ്ഞക്കണ്ടൽ, വള്ളിക്കണ്ടൽ, കണ്ണാമ്പൊട്ടി, എഴുത്താണിക്കണ്ടൽ, സ്വർണ്ണക്കണ്ടൽ, ചക്കരക്കണ്ടൽ തുടങ്ങി 10ഓളം കണ്ടലുകളുടെ ചെടികൾ നഴ്സറിയിൽ തയ്യാറായിട്ടുണ്ട്.
നമ്മുടെ നാട്ടിൽ അപൂർവമായ സ്വർണ്ണക്കണ്ടലിന്റെയും മഞ്ഞക്കണ്ടലിന്റെയും വിത്തുകൾ മറ്റിടങ്ങളിൽ പോയി ശേഖരിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും വിലയ്ക്ക് വാങ്ങി സംരക്ഷിച്ചുകൊണ്ട് തണ്ണീർത്തടമെന്ന അതിസൂക്ഷ്മമായ പരിസ്ഥിതി വ്യൂഹത്തിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 35 ഏക്കറോളം കണ്ടൽക്കാടുകളാണ് ഈ രീതിയിൽ വില കൊടുത്ത് വാങ്ങി സംരക്ഷിച്ചിട്ടുള്ളത്. പഠനത്തിനും ഗവേഷണത്തിനുമായി ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും പഠന സാമഗ്രികളും ഒരുക്കിയും കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് 2 പതിറ്റാണ്ടായി SBI ഫൗണ്ടേഷന്റെ പിന്തുണയോടെ അതിന്റെ പ്രവർത്തനം വളരെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് വളർത്തിയെടുക്കുന്ന കണ്ടൽ ചെടികളുടെ ഒരു നഴ്സറിയാണ്. നമുക്കിവിടെ കേരളത്തിലെ 10 ഇനം കണ്ടൽ ചെടികളുടെ ഏകദേശം 1 ലക്ഷത്തോളം തൈകളാണ് ഇവിടെ റെഡിയായിട്ടുള്ളത്. കണ്ണൂർ കണ്ടൽ പ്രൊജക്ട് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും SBI ഫൗണ്ടേഷൻ്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നാശോന്മുഖമായ കണ്ടൽ മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഈ നഴ്സറിയിൽ കണ്ടൽ ചെടികൾ ഒരുക്കുന്നത്. ഇത് വ്യത്യസ്ത പഞ്ചായത്തുകളുടെയും കോളേജുകളുടെയൊക്കെ പങ്കാളിത്തത്തോടുകൂടി ഞങ്ങൾ വിവിധ മേഖലകളിൽ ശാസ്ത്രീയമായും അതേപോലെ പാരിസ്ഥിതിക വിജ്ഞാനത്തിൽ ഊന്നിയുമുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി പഞ്ചായത്തിൽ ഫെബ്രുവരി 22 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 9ാം വാർഡ് പാലക്കോട് സെൻട്രലിൽ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ MP മുഹമ്മദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ ഗിരീഷ് കുമാർ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രാമന്തളി 17 ശുഹദാ മഖാം സിയാറത്തിന് ശേഷം UDF നേതാക്കൾക്കും നിരവധി പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് മുസ്ലിം ലീഗിലെ മുഹമ്മദ് MP പത്രിക നൽകിയത്. രാമന്തളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ ഗിരീഷ് കുമാർ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CK മൂസക്കുഞ്ഞി ഹാജി, KK അഷ്റഫ്, ഇക്ബാൽ കൊയ്പ്ര, AP ഹാരിസ്, മോണങ്ങാട്ട് മൊയ്തു, PP നാരായണി, PM ശുഹൈബ, KC ഖാദർ, OM സലാം, T കരുണാകരൻ, PP സുലൈമാൻ, കോച്ചൻ അബ്ദുള്ള തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പണം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റെയിൽവേ വികസനത്തിന്റെ പേരിൽ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പയ്യന്നൂർ നഗരസഭയിലെ 31ാം വാർഡ് വാടിപ്പുറം നിവാസികൾ. റെയിൽവേ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് വരെ ഉപയോഗിച്ച് വന്നിരുന്ന റോഡാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയിൽ 31ാം വാർഡ് വാടിപ്പുറം നിവാസികളാണ് റെയിൽവേ വികസനത്തിന്റെ പേരിൽ ഏറെ ബുദ്ധിമുട്ടിലായത്. വാടിപ്പുറം കോളനി റോഡ് അവസാനിക്കുന്നത് റെയിൽവേയുടെ പുതിയ പദ്ധതി നടക്കുന്ന സ്ഥലത്താണ്. നാളെ ഇതുവരെ ആ പ്രദേശത്തെ നാട്ടുകാർ പയ്യന്നൂരിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്തിരുന്നത് ഈ വഴിയായിരുന്നു. പയ്യന്നൂർ നഗരസഭയും റെയിൽവേയും തങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടൗണുമായും അതുപോലെ റെയിൽവേ സ്റ്റേഷനുമായൊക്കെ സുഗമമായി ബന്ധപ്പെടുന്നതിനാവശ്യമായ ഒരു വഴി, ഒരു റോഡ് ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു നടപ്പാതയെങ്കിലും അവർക്ക് അനുവദിച്ച് കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കാര്യത്തിൽ ഞങ്ങൾ MPയുമായും അതുപോലെ താലൂക്ക് വികസന സമിതിയുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. തീർച്ചയായും അനുകൂലമായൊരു നിലപാടെടുക്കാൻ അധികൃതർ മുന്നോട്ട് വരണമെന്ന് പറയാനാണ് ഈ ജനങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. മേൽപ്രദേശം വാർഡ് കൗൺസിലർ ഹസീന കാട്ടൂറിന്റെ നേതൃത്വത്തിൽ UDF കൗൺസിലർമാരായ KK ഫൽഗുണൻ, A രൂപേഷ്, നസീമ ടീച്ചർ, അത്തായി പത്മിനി, KK അശോക് കുമാർ എന്നിവർ സന്ദർശിക്കുകയും പ്രദേശവാസികൾക്ക് എല്ലാ സഹായവും പിന്തുണയും അറിയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര പരിഹാരം കാണാൻ UDF കൗൺസിലർമാർ ഇടപെടാമെന്ന് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമം ഫെബ്രുവരി 3 മുതൽ 6 വരെ പിലാത്തറയിൽ നടക്കും. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യും. മുന്നോടിയായി പിലാത്തറയിൽ വിളംബര ഘോഷയാത്ര നടന്നു. ക്ഷീരവികസന വകുപ്പിന്റെയും കണ്ണൂർ ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ചെറുതാഴം ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ
കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമം ഫെബ്രുവരി 3 മുതൽ 6 വരെ തീയതികളിൽ പിലാത്രയിൽ നടക്കും. മുന്നോടിയായി പിലാത്ര കേന്ദ്രീകരിച്ച് വിളംബര ഘോഷയാത്ര നടന്നു. മുൻ MLA TV രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പഴമയുടെ കാർഷിക സംസ്കാരത്തെ വിളിച്ചോതുന്ന കലപ്പയേന്തിയ കാളയും വിവിധ പശു ഇനങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്ലോട്ടുകളും ശിങ്കാരമേളവും ഒത്തുകുടകളും വർണ്ണാഭമാക്കിയ ഘോഷയാത്രയിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷീരകർഷകരും ക്ഷീരസംഘം ജീവനക്കാരും ക്ഷീര സഹകാരികളും ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കം നിരവധി പേർ അണിനിരന്നു. ഫെബ്രുവരി 5-ന് ക്ഷീരസംഘം പ്രസിഡന്റുമാർക്കുള്ള എലൈറ്റ് ഫാർമേഴ്സിനുള്ള ശില്പശാല ഡയറി എക്സ്പോയും നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ക്ഷീര സഹകാരി സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 6-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളന ഉദ്ഘാടനവും അവാർഡ് വിതരണവും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ക്ഷീരഭവനം സുന്ദരഭവനം ക്യാമ്പയിൻ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ M. വിജിൻ MLA അധ്യക്ഷനാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേന്ദ്ര ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITO പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. CITO ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITOവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. CITO ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വരാനാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബഡ്ജറ്റായിരിക്കും എന്നുള്ളതാണ് പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മളത് പ്രതീക്ഷിച്ചു ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഈ ബഡ്ജറ്റിന് ഉണ്ടാകും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് A. സരോജിനി അധ്യക്ഷയായി. പ്രൊജക്ട് ജോയിന്റ് സെക്രട്ടറി TV പത്മജ, ജില്ലാ സെക്രട്ടറി KV ഭവാനി എന്നിവർ സംസാരിച്ചു. K. ചിത്രലേഖ, KV പ്രീത, V. സുമതി, KP ഗീത എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. TI മധുസൂദനൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് 3,90,00,000 രണ്ട് 4 കോടി രൂപ പഴകിയ കെട്ടിടം അത് പൊളിച്ചു മാറ്റി പുതിയതിലേക്ക് പോകണം എന്നൊരു കാഴ്ചപ്പാട് ഉയർന്നു വന്നപ്പോൾ 3 നിലകളിലുള്ളൊരു സ്കൂൾ കെട്ടിടമാണ് ഇവിടെ വരാൻ പോകുന്നത്. അതിലെ 12 ക്ലാസ് മുറികൾ. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഞ്ചിനീയർ P. കൃഷ്ണദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 3 നിലകളിലായി 12 ക്ലാസ് മുറികളും 8 ടോയ്ലറ്റുകളും അടങ്ങുന്നതാണ് കെട്ടിടം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ P. സുഗന്ധി, പുഷ്പ മോഹൻ, K. രാജൻ, KT സ്മിത, EV പ്രമോദ് കുമാർ, സൗമ്യ ഷജീവ്, പ്രിൻസിപ്പൽ AK റെജീന തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേന്ദ്ര ബജറ്റിനെതിരെ കർഷക സംഘം നരീക്കാംവള്ളിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കേന്ദ്രം വാഴും സർക്കാർ. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കാർഷിക മേഖലയിൽ കോർപ്പറേറ്റുവൽക്കരണം, വളം സബ്സിഡി വെട്ടിക്കുറച്ചു, വിവിധ കാർഷിക നിയമം ബജറ്റിലൂടെ നടപ്പിലാക്കാൻ നീക്കം, സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി തീരുവ ഉയർത്തിയില്ല, PM കിസാൻ സമ്മാൻ നിധിയിൽ വർധനയില്ല തുടങ്ങിയ വിഷയങ്ങളാണ് ബജറ്റിലുള്ളത്. ഇത്തരത്തിലുള്ള കേന്ദ്ര ബജറ്റിനെതിരെ കർഷക സംഘം നരീക്കാംവള്ളിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ കർഷകർക്ക് ഒരു കൈത്താങ്ങായി മാറുന്ന വിധത്തിലേക്ക്
എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് പോലും ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല. മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, പി വി രമേശൻ, കൊടക്കാരൻ കോരൻ, കെ പി വി ഗോവിന്ദൻ, എം ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. പി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അർദ്ധകായ പ്രതിമ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് എരമം പുല്ലുപാറയിലെ പി രാജേന്ദ്രൻ. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് വേണ്ടിയാണ് 3.5 അടി ഉയരമുള്ള ശില്പം രാജേന്ദ്രൻ നിർമ്മിച്ചത്. നാട്ടിൽ ഏറെയൊന്നും അറിയപ്പെടാത്ത ശില്പിയാണ് എരമം പുല്ലുപാറയിലെ രാജേന്ദ്രൻ. തന്റെ ശില്പങ്ങൾ മാധ്യമശ്രദ്ധയിലേക്ക് എത്തിക്കാനായി രാജേന്ദ്രൻ ശ്രമിക്കാറില്ല എന്നതാകും കൂടുതൽ ശരി. ആരുടെയും നിർദ്ദേശപ്രകാരമായിരുന്നില്ല രാജേന്ദ്രൻ കളിമണ്ണിൽ ഉമ്മൻചാണ്ടിയുടെ പ്രതിമ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ രാജേന്ദ്രന്റെ പ്രതിമ നിർമ്മാണത്തെക്കുറിച്ച് സേവാദൾ ജില്ലാ പ്രസിഡന്റായ മധുസൂദനൻ എരമം അറിഞ്ഞതോടെ ശില്പനിർമ്മാണത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വീട്ടിൽ അറിയിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ശില്പത്തിന്റെ വീഡിയോ കണ്ട് രാജേന്ദ്രന് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകി. അതോടെ 3.5 അടി ഉയരത്തിൽ ഫൈബർ ഗ്ലാസിൽ പ്രതിമ തയ്യാറായി. മറിയാമ്മ ഉമ്മന്റെ ആവശ്യപ്രകാരം കൂടുതൽ ഒറിജിനാലിറ്റിക്ക് വേണ്ടി പ്രതിമ ബഹുവർണ്ണത്തിലുമാക്കി. ചാണ്ടി ഉമ്മന്റെ സമയം ഉൾപ്പെടെ നോക്കി പ്രതിമ പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുമെന്ന് മധുസൂദനൻ എരമം പറഞ്ഞു. ശില്പത്തിന് പെയിൻറ്റിങ് മൾട്ടി കളർ കൊടുക്കാൻ കാരണം ഇനി ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയ്ക്ക് നേരിട്ട് കാണുന്ന ഒരു ഫീൽ ആയിക്കോട്ടെ എന്നുള്ളൊരു കണ്ടീഷനിൽ. അല്ലെങ്കിൽ ഈ ശില്പത്തിനൊക്കെ സാധാരണ ചെയ്യുന്നത് ഒരു ഓഫ് കളറാണ് കൊടുക്കൽ. ഒന്നെങ്കിൽ ഗോൾഡ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു കോപ്പർ, അങ്ങനെ ആ ടൈപ്പിലാണ് കൊടുക്കൽ. അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെ നടപ്പന്തൽ, ഭണ്ഡാരങ്ങൾ, കവാടം എന്നിവയെല്ലാം രാജേന്ദ്രൻ നിർമ്മിച്ചിട്ടുണ്ട്. മാത്തിൽ ഗുരുദേവ് കോളേജിൽ ടാഗോറിന്റെ സിമന്റ് പ്രതിമയും നിർമ്മിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശില്പം പക്ഷേ ഇതാദ്യമായാണ് നിർമ്മിക്കുന്നത്. നല്ലൊരു ചിത്രകാരൻ കൂടിയായ രാജേന്ദ്രൻ വരച്ച ബഹുവർണ്ണ ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടുചുമരുകളിലുണ്ട്. വാസ്തുശില്പിയായ പടിഞ്ഞാറ്റിയിൽ മാധവന്റെയും മീനാക്ഷിയുടെയും മകനാണ്. സുമിതയാണ് ഭാര്യ. സഞ്ജിമ, സനൈ രാജ് എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുകുന്ന് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച പ്രവേശന കവാടത്തിന്റെ ഉദ്ഘാടനവും പ്രതിഭാരാമം പരിപാടിയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ രംഗത്തും കലാകായിക രംഗത്തും കണ്ണൂർ ജില്ലയെ ഏറെ ഉന്നതിയിലെത്തിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്നും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പറഞ്ഞു. 9 തീയതി ഫെബ്രുവരി 9 കണ്ണൂർ ജില്ലയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നൊരു ദിനമായി മാറുകയാണ്. കണ്ണൂർ ജില്ലയിൽ 1086 പുസ്തകങ്ങൾ ഒരേ വേദിയിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രകാശനം ചെയ്ത് ലോക റെക്കോർഡ് നേടുമ്പോൾ 1086 പുസ്തകങ്ങളിൽ ഒന്ന് ചെറുകുന്ന് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുസ്തകം കൂടിയാണ് എന്ന് അഭിമാനത്തോടുകൂടി ഇവിടെ പറയുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരക പുരസ്കാരം നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പി ദിവ്യയെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂളിലെ വിവിധ മേഖലകളിൽ നിന്ന് വിജയം നേടിയ പ്രതിഭകളെ ആദരിക്കലും പ്രതിഭാരാമം പരിപാടിയുടെ ഉദ്ഘാടനവും സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ നിർവഹിച്ചു. സ്കൂളിലെ അധ്യാപിക കൂടിയായ ദീപ ടീച്ചറുടെ സൗഹൃദമാണ് എം ജയചന്ദ്രനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സ്കൂളിൽ എത്തിച്ചത്. 1ാം തരം മുതൽ 10ാം തരം വരെ ഒരുമിച്ച് പഠിച്ച സഹപാഠി സ്കൂളിലെ അധ്യാപിക ദീപ ടീച്ചറെ നേരിൽ കാണാനാണ് എം ജയചന്ദ്രൻ കുടുംബസമേതം സ്കൂളിൽ എത്തിയത്. പാട്ടുപാടിയും അനുഭവം പങ്കുവച്ചും ജയചന്ദ്രൻ കുട്ടികളോടൊപ്പം ചേർന്നു. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മുടെ പാട്ടുള്ളവരെയാണ്. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക എം വി റീന, പ്രിൻസിപ്പൽ AP രചന, PTA പ്രസിഡന്റ് ഇ രാജേഷ്, AV പ്രഭാകരൻ, P വിദ്യ, ET ഗംഗാധരൻ, T ബാബു, KP പുഷ്പലത, K മനോജ് കുമാർ, SK ആബിദ ടീച്ചർ, N ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരുമ്പടവ് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഇടവക വാർഷികവും സമർപ്പിത സംഗമവും തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി മുതുക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി.
പെരുമ്പടവ് സെന്റ് ജോസഫ് ദേവാലയം ഇടവക വാർഷികവും സമർപ്പിത സംഗമവും തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ട സന്യാസികളായ സിസ്റ്റേഴ്സിന്റെയും പ്രത്യേകിച്ച് വിളിച്ചു ചേർത്ത അവരുടെ സംഗമം ഇവിടെ നിന്ന് നടന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ബഹുമാനപ്പെട്ട മാണിച്ചൻ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, സിസ്റ്റേഴ്സിന്റെയും സമർപ്പിതരുടെയും വൈദികരുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് തന്നെ ഓരോ പ്രദേശത്തുണ്ടാകുന്ന വലിയ പുരോഗതിയെക്കുറിച്ചും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ജനത്തിനുണ്ടാകുന്ന പുരോഗതി എന്താണ് എന്ന് വളരെ ഹ്രസ്വമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇടവക വികാരി ഫാദർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സമർപ്പിതരെ ആദരിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ പൂവനാട്ട്, ഫാദർ ജസ്റ്റിൻ തട്ടാപറമ്പിൽ, ഫാദർ ഡാൻഡിസ് കരിക്കണ്ടം, സിസ്റ്റർ ആക്നൽ കട്ടകുത്തിയേൽ, ഷെൽമോൻ പൈനാടത്ത്, ബിജു തെക്കേമുറി, ദീപു കണ്ടത്തിൽ പുത്തൻപുരയിൽ എന്നിവർ സംസാരിച്ചു. ബിനിൽ കടവിൽ, ലിജോ പാലമുട്ടിൽ, ജോഷി പുല്ലംപ്ലാവിൽ, സുനിൽ പുത്തൻപുര എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കലാസന്ധ്യയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഗുരു ചന്ദ് പണിക്കർ കലാകേന്ദ്രം പയ്യന്നൂർ തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പത്മശ്രീ VP അപ്പുകുട്ട പൊതുവാൾ കലാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിന് സമീപം ഗുരു ചന്തുപണിക്കർ കലാകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പത്മശ്രീ VP അപ്പുകുട്ട പൊതുവാൾ ഉദ്ഘാടനം നിർവഹിച്ചു. ചന്തുപണിക്കരുടെ ബ്രാഹ്മണൻ, ധനഞ്ജയന്റെ അർജുനൻ, ഈ രണ്ട് വേഷം ഒരൊറ്റ സീന് മാത്രമേ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അതോടുകൂടി അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പം അതും എനിക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. വേറൊരു കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആദ്യമായി ഒരു പാട്ട് കച്ചേരി കേട്ടത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ. പോത്താങ്കണ്ടം ആനന്ദഭവനം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഡിവൈഎസ്പിയും ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ V ബാലകൃഷ്ണൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ കൗൺസിലർ A ശോഭ, NV കൃഷ്ണൻ, പ്രൊഫസർ M രാജീവൻ, KP ശ്രീധരൻ, ഗുരു ചന്തുപണിക്കർ കലാകേന്ദ്രം ഡയറക്ടർ ജഗദീഷ് ജനാർദ്ദനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മൃദംഗം, ഭരതനാട്യം, നട്ടുവാങ്കം, കഥകളി, ചെണ്ട, കഥകളി സംഗീതം തുടങ്ങിയവ ഗുരു ചന്തുപണിക്കർ കലാകേന്ദ്രത്തിൽ നിന്നും അഭ്യസിപ്പിക്കും. ഗുരു ചന്തുപണിക്കർ കലാകേന്ദ്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 6366612345 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി ചെങ്ങൽ ജ്ഞാനോദയ വായനശാല ഗ്രന്ഥാലയം സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയങ്ങാടി ചെങ്ങൽ ജ്ഞാനോദയ വായനശാല ഗ്രന്ഥാലയം സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് മുഖ്യാതിഥിയാകും. ആദ്യകാല പ്രവർത്തകരെ സംഘാടക സമിതി ചെയർമാൻ KT മനോഹരൻ ആദരിക്കും. തുടർന്ന് വായനശാല പ്രവർത്തകർ അവതരിപ്പിക്കുന്ന തിരുവാതിര, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറും. രാത്രി 9 മണിക്ക് ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ നാട്ടറിവ് പാട്ടുകൾ ഉണ്ടാകും. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ KT മനോഹരൻ, ജനറൽ കൺവീനർ പാറയിൽ കുഞ്ഞിക്കണ്ണൻ, വായനശാല പ്രസിഡന്റ് പോള ബാലൻ, V ചന്തുക്കുട്ടി, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ PP രവീന്ദ്രൻ, KK മധുസൂദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പുതിയ പുഴക്കര അംഗൻവാടി കെട്ടിടോദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ സെന്റർ നമ്പർ 48 പുതിയ പുഴക്കര അംഗനവാടി കെട്ടിട ഉദ്ഘാടനം MLA M. വിജിൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A. പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. ചിലപ്പോൾ അപകടം ഉണ്ടാവും, അതുകൊണ്ട് നമുക്കത്ര റിസ്ക് എടുത്ത് പോകാൻ പറ്റില്ല. ആ ഒരു ഘട്ടത്തിലാണ് പഞ്ചായത്ത് തന്നെ ആലോചിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഉൾപ്പെടെ സഹായത്തോടെ, നേരത്തെ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായത്തോടെ പുതിയ പുഴക്കര അങ്കണവാടിക്ക് ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കാനുള്ള തീരുമാനമെടുത്തു. ഇന്നിപ്പോൾ വളരെ മനോഹരമായി ഞാൻ അകത്ത് കയറി കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന നല്ല അന്തരീക്ഷമുണ്ട്, നല്ല അടുക്കളയുണ്ട്. ചില അംഗനവാടികളിൽ പോയാൽ പരിമിതി കാണുക അടുക്കളയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല വിപുലമായ അടുക്കളയുണ്ട്. അതിനു പുറമെ കുറച്ചുകൂടി സൗകര്യം കൂടിയ സ്റ്റോർ റൂമുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് കാലം കഴിയും തോറും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ശശീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. കരുണാകരൻ മാസ്റ്റർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ശോഭ, പഞ്ചായത്ത് സെക്രട്ടറി പ്രകാശൻ KV, പയ്യന്നൂർ ശിശുവികസന പദ്ധതി ഓഫീസർ രജനി PV, ICDS സൂപ്പർവൈസർ ശൈലജ PP എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ വത്സല KV റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ കോൺട്രാക്ടർ ശ്രീനി, മുൻ അംഗനവാടി ഹെൽപ്പർ ലളിത എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. പ്രസ്തുത ചടങ്ങിൽ വാർഡ് മെമ്പർ V. ലക്ഷ്മണൻ സ്വാഗതവും അംഗനവാടി വർക്കർ K. വാസന്തി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുട്ടികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, അംഗനവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം റെഡ് സ്റ്റാർ കൂവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം ചെറുതാഴം എന്നിവ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹീമോഗ്ലോബിൻ ടെസ്റ്റും കൗമാരക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജ് ജൂനിയർ റെസിഡന്റ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ രമ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ആയുഷ്മാൻ ഭവ ഹീമോഗ്ലോബിൻ ടെസ്റ്റും കൗമാരക്കാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും BP ഷുഗർ ചെക്കിങ്ങും സംഘടിപ്പിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജ് ജൂനിയർ റെസിഡൻസ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ രമ്യ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹം വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം എല്ലാവർക്കും ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ പ്രഷർ കൂടുന്നുണ്ട്, ഷുഗറും കുറച്ച് കൂടുന്നുണ്ട്. 40 വയസ്സാകുമ്പോഴേക്കും ചിലർക്കൊക്കെ ഷുഗർ ഉണ്ട്. പക്ഷെ അത് നമ്മളെ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യില്ല, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ആരും മരുന്ന് കഴിക്കുന്നില്ല, ചിലപ്പോൾ സങ്കടം തോന്നും. അത്രയും അധികം ഷുഗർ ഉണ്ടാവും, മരുന്ന് കഴിക്കുന്നുണ്ടാവില്ല. മരുന്ന് കഴിച്ചാൽ എന്താ, മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകുന്ന ആരോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവരാരും മരുന്ന് കഴിക്കില്ല. ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മെമ്പർ U. രാധ അധ്യക്ഷത വഹിച്ചു. B. ബിനി, ഷാൻഡി, ഉമേഷ്, U. സുരേശൻ, A. നിശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിന് സമീപം വീട്ടുമതിലിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് മാട്ടൂൽ നോർത്ത് കക്കാടൻചാലിലെ എബിൻ K. ജോൺ. അപകടം പുലർച്ചെ 2 മണിയോടെ. ഭൂരഹിതരില്ലാത്ത കേരളമാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. സംസ്ഥാനത്തെ 35 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈൻ വഴി മന്ത്രി നിർവഹിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച തെറ്റായ വാർത്ത. ട്രെയിനിൽ നിന്നും വീണ യുവാവ് ഗുരുതര പരിക്കുകളോടെ ട്രാക്കിന് സമീപം കിടന്നത് ഒരു രാത്രി മുഴുവൻ. യാതന അനുഭവിച്ചത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലിജോ. 10 മണിക്കൂറിന് ശേഷം ലിജോയെ കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെയോടെ. രാമന്തളി പഞ്ചായത്തിൽ ഫെബ്രുവരി 22 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 9ാം വാർഡ് പാലക്കോട് സെൻട്രലിൽ മുസ്ലിം ലീഗിലെ MB മുഹമ്മദ് UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മികച്ച വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി. ന്യൂസ് അവർ സമാപിക്കുന്നു. നമസ്കാരം.